ഈ ഒരു സമയത്താണ് കുഞ്ഞ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി സ്വയം സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ സമയത്ത് തന്നെ സംസാരപരമായി കാലതാമസങ്ങൾ പല കുട്ടികളിലും രൂപപ്പെടാറുണ്ട്. വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും ആശയവിനിമയം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഓട്ടിസം. ഓട്ടിസം എന്നത് ബൗദ്ധികമായി താഴ്ന്ന ഒരു അവസ്ഥയല്ല. ഇതിൽ പല കുട്ടികൾക്കും ഉയർന്ന ഐക്യമുള്ള കുഞ്ഞുങ്ങളാണ്. ഒരാൾ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം കൂടെ ഉള്ളതാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന സംസാര കാലതാമസവും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ആ കുഞ്ഞ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതായത് ആശയവിനിമയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കുഞ്ഞ് കരയുമ്പോഴും വിശന്ന് ക്ഷീണിച്ച് കരയുമ്പോഴും ഉറക്കം വരുമ്പോഴും എല്ലാം കുഞ്ഞ് കരയുന്നത് ഒരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ തന്നെ മുതിർന്നവർ ദേഷ്യപ്പെടുമ്പോഴും കൊഞ്ചിക്കുമ്പോഴും അവരുടെ മുഖഭാവത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾ സങ്കടവും ദേഷ്യവും വരുന്നതും കരയുന്നതുമെല്ലാം ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇതിലൊന്നും വാക്കുകളില്ല, പക്ഷേ അവർ അവരുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ്, അതായത് ആശയവിനിമയം നടത്തുന്നുണ്ട്. ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള സമയം ഒരു ഭാഷാപരമായി വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ ഒരു സമയത്താണ് കുഞ്ഞ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി സ്വയം സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ സമയത്ത് തന്നെ സംസാരപരമായി കാലതാമസങ്ങൾ പല കുട്ടികളിലും രൂപപ്പെടാറുണ്ട്. ഈ ഒരു സമയത്ത് പാരൻസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും തൻ്റെ കുഞ്ഞിന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ആണെന്ന് സ്വയം ഒരു നിഗമനത്തിലെത്തുകയും ചെയ്യുന്നു. ഇത് തികച്ചും തെറ്റാണ്. കാരണം സംസാര കാലതാമസം പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാറുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന സംസാര കാലതാമസവും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഇല്ലാത്തൊരു കുഞ്ഞിനുണ്ടാകുന്ന സംസാര കാലതാമസവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന ലേറ്റ് ടോക്കർ അഥവാ സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ സംസാര കാലതാമസമുള്ള ഒരു കുഞ്ഞിന് പ്രായം ഏകദേശം 18 മുതൽ 30 മാസത്തിന് ഇടയിലായിരിക്കും. ആ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെ പോലെ തന്നെ കൂടുതലായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും, പക്ഷേ സംസാരിക്കുമ്പോൾ പല പരിമിതികളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ സമപ്രായക്കാരെ പോലെ തന്നെ കളിക്കുന്നതിലും മറ്റ് കൂട്ടുകൂടുന്നതിലും എല്ലാം മിടുക്കരായിരിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ലാളനകൾ ആഗ്രഹിക്കുന്നവരായിരിക്കും, അത് ആസ്വദിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് പലതും കാണിക്കുന്ന കുട്ടികളായിരിക്കും, കുസൃതിക്കാരായിരിക്കും, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന കുട്ടികളായിരിക്കും. എന്നാൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉള്ള ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും പ്രധാന പോരായ്മ വരുന്നത് അവരുടെ സാമൂഹിക ആശയവിനിമയത്തിലാണ്. ഒരു കാര്യം മനസ്സിലാക്കാനും അത് തിരിച്ചു പറയാനും അവർക്ക് ഏകദേശം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും ആശയവിനിമയം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഓട്ടിസം. ഓട്ടിസം എന്നത് ബൗദ്ധികമായി താഴ്ന്ന ഒരു അവസ്ഥയല്ല. ഇതിൽ പല കുട്ടികൾക്കും ഉയർന്ന ഐക്യമുള്ള കുഞ്ഞുങ്ങളാണ്. അവരുടെ ഏറ്റവും വലിയ പോരായ്മ അല്ലെങ്കിൽ പ്രശ്നം വരുന്നത് ആശയവിനിമയത്തിലും ഒരു സോഷ്യൽ ഇൻട്രാക്ഷനിലുമാണ്. സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പം ഒരാൾ വന്ന് ഹലോ അല്ലെങ്കിൽ പേരെന്താ എന്ന് ചോദിക്കുമ്പം അതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ പോലും അവരുടെ മുഖത്ത് നോക്കി അത് പറയാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ കുട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ അടിക്കടി കൈ കൊണ്ട് വീശുക, വിരലിങ്ങനെ ആക്കുക, അവർക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടം ദേഷ്യമൊക്കെ വരുമ്പോഴത്തേക്കും ജമ്പ് ചെയ്യുക, കൈ കുടയുക, ഇതൊക്കെയാണ് ഈ കുട്ടികളിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന പ്രത്യേകത. അതുപോലെ തന്നെ ഈ കുട്ടികൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വാക്കുകളിൽ കൂടെ അല്ലാതൊരു കമ്മ്യൂണിക്കേഷനുണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതായത് ഒരാളുടെ മുഖത്ത് നോക്കി അവർ ചിരിക്കുമ്പോൾ തിരിച്ച് ചിരിക്കുക, അല്ലെങ്കിൽ അവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വിളിക്കുമ്പോഴത്തേക്കും അടുത്തോട്ട് ചെല്ലുക, പൊക്കോളൂ എന്ന് നമ്മൾ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ തിരിച്ചു പോകാനുള്ളത്. ഇങ്ങനത്തെ കുറച്ച് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അവർക്ക് അറിയില്ലായിരിക്കും. നമ്മളങ്ങനെ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ അത് തിരിച്ച് കാണിക്കാനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഓട്ടിസമുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കറങ്ങുന്ന ഒബ്ജക്റ്റിനോട് ഒരു ഇഷ്ടമുണ്ടായിരിക്കും. അതായത് കറങ്ങുന്ന ഫാന്, വണ്ടികൾ, കളിപ്പാട്ടത്തിൻ്റെ വീൽസ്, വണ്ടിയുടെ വീൽസ് ചുറ്റിക്കറക്കുക, ഇതിനോടൊക്കെ വളരെ ഇഷ്ടമുള്ള കുട്ടികളായിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് നോക്കി നിൽക്കുക, അതുപോലെ വണ്ടികൾ നോക്കി ഒരുപാട് സമയം നിൽക്കുക എന്നതൊക്കെ അവരുടെ ഇഷ്ടങ്ങളിൽ പെടുന്നതാണ്. ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിയുടെ പേര് വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാതിരിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു സവിശേഷത. കാരണം ആ കുട്ടികൾ നമ്മൾ പേര് വിളിക്കുമ്പോൾ ആ പേരിനോട് തന്നെ ഒരു അശ്രദ്ധയാണ്, ഇന്നറ്റൻഷനാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക്
കേൾക്കാൻ പറ്റും, പക്ഷേ എൻ്റെ പേരാണ് വിളിക്കുന്നത് എന്നുള്ള ഒരു അശ്രദ്ധയാണ് ആ കുട്ടികളിൽ കൂടുതലും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം പറയുന്നതിന് പകരം നമ്മൾ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുക. പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പേരെന്താ എന്ന് ചോദിക്കുന്നത് ആ കുട്ടികളുടെ ഒരു സവിശേഷതയാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസറായിട്ട് പറയുന്നത് അവർ ഒരു 2-3 ദിവസത്തിന് മുന്നേ കേട്ടതോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ കേട്ടതോ ആയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അത് മിക്കവാറും അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണിലെ എന്തെങ്കിലും ഡയലോഗുകളാവാം, അല്ലെങ്കിൽ അവരുടെ അമ്മ അവരോട് പറഞ്ഞ കാര്യങ്ങളാവാം. അതായിരിക്കും ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവായിട്ട് പറയുന്നത്. ഇതെല്ലാം ഓട്ടിസം കുട്ടികളിൽ കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെയാണ് ശബ്ദം എന്തെങ്കിലും കേൾക്കുമ്പോൾ കൈ കൊണ്ട് ചെവി പൊത്തിപ്പിടിക്കുക. അതുപോലെ തന്നെ അവർക്ക് ചില സ്പർശനങ്ങൾ ഇഷ്ടമല്ലാതിരിക്കുക. അതുപോലെ തന്നെ ചില ടെക്സ്ചേഴ്സ് തൊടാറില്ല, അതായത് നല്ല സ്മൂത്തായിട്ടുള്ളതും കുറച്ച് ഹാർഡായിട്ടുള്ള ടെക്സ്ചേഴ്സ് ഇഷ്ടമല്ലാത്ത കുട്ടികൾ കാണും. എല്ലാ ഓട്ടിസം കുട്ടികളിലും ഇതെല്ലാം കാണണമെന്നില്ല. പല കുട്ടികളും വ്യത്യസ്തമാണ്. എങ്കിലും അവർക്ക് സംസാരത്തിൻ്റെ താമസത്തിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും. അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻ, ഒരാളടുത്ത് സംസാരം തുടങ്ങാൻ, ആ സംസാരം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, മുഖത്ത് നോക്കി സംസാരിക്കാൻ, കോൺഫിഡൻ്റായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ ഉള്ള ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ കൈയും വിരലുകളും കുടയുക, ഒരാൾ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതെല്ലാം കൂടെ ഉള്ളതാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംസാര കാലതാമസമുള്ള കുട്ടികൾ ഈ പറയുന്ന ബിഹേവിയേഴ്സ് ഒന്നും കാണാറില്ല. അവരിൽ കാണുന്നത് സംസാര കാലതാമസം മാത്രമാണ്, ഒരു ലാംഗ്വേജ് ഡിലേ മാത്രമാണ് ആ കുട്ടികളുള്ളത്. മറ്റ് ബിഹേവിയർ ഇഷ്യൂസ്, ഈ പറഞ്ഞ പ്രത്യേകതകളോ ഒന്നും ആ കുട്ടികളിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സും സംസാരത്തിൻ്റെ കാലതാമസവും നല്ല രീതിയിൽ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുട്ടിക്ക് ഓട്ടിസമാണ് എന്നൊന്ന് വിചാരിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് താമസിപ്പിക്കാതെ എത്രയും വേഗം ഒരു ഓഡിയോളജിസ്റ്റിനെയോ സ്പീച്ച് പെത്തോളജിസ്റ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ തെറപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് ആരെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് കുട്ടിയുടെ വിവരങ്ങൾ നിങ്ങൾക്ക് പങ്കുവെച്ച് ഏറ്റവും നല്ല തെറപ്പി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ കുട്ടികളിൽ കാണപ്പെടുന്ന ഏറ്റവും ബുദ്ധിമുട്ടായ സംഭവങ്ങൾക്ക് നമുക്ക് ഒക്കുപേഷണൽ തെറപ്പി, സ്പീച്ച് തെറപ്പി നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഒരു പരിധിവരെ ഇവരുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനും കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ ആക്ഷൻ കാണിക്കുമ്പോഴും അവർക്കത് മനസ്സിലാകാറില്ല. അതുപോലെ തന്നെ അവർക്ക് ആംഗ്യ ഭാഷ അവരും പറയാറില്ല. കാരണം ഇങ്ങോട്ട് വരാനായിട്ട് കൈകൊണ്ട് കാണിക്കാനും പോകാൻ, ടാറ്റ, ഹലോ, ഇതൊന്നും അവർക്ക് മനസ്സിലാകാറില്ല, അവർ ചെയ്യാറുമില്ല. അപ്പം ഈ കുട്ടികളെ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ദേഷ്യപ്പെടുകയോ വാശി പിടിച്ച് കരയുകയോ ചെയ്തിട്ടാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ പാരൻസ് ആദ്യം തന്നെ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ഒന്നുപോലെയല്ല. അപ്പം എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പം ചില കുട്ടികളിൽ കമ്മ്യൂണിക്കേഷൻ എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചില കുട്ടികൾക്കാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാണും, അവർക്ക് മറ്റു കാര്യങ്ങളായിരിക്കും, ബിഹേവിയർ ഇഷ്യൂസ് ആയിരിക്കും കൂടുതൽ. അപ്പം ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് ഏരിയ ഏതെന്ന് നോക്കിയിട്ട് വേണം പാരൻസ് അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ കൂടെ നിൽക്കാനും. അത് പാരൻ്റൽ സപ്പോർട്ടാണ് ഒരു തെറപ്പിക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് നമുക്കിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് സ്പീച്ച് തെറപ്പിക്ക് പോകുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം സ്പീച്ച് തെറപ്പിക്ക് പോകുകയാണെങ്കിലും കൂടിപ്പോയാൽ ഒരു സെഷൻ 45 മിനിറ്റ്സ് ആയിരിക്കും. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം 45 മിനിറ്റ്സ് വീതം കിട്ടുന്ന തെറപ്പി കൊണ്ട് ആ കുട്ടിയുടെ ബിഹേവിയറിൽ വലിയൊരു മാറ്റം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം പാരൻസ് തെറപ്പിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ വീട്ടിൽ ഫോളോ അപ്പ് ചെയ്യുകയും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ആ കുട്ടികളിൽ ഒരു നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ കുട്ടികളെ ഡെയിലി നമുക്ക് സ്കൂളിൽ പോകാതെ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് സ്കൂളിൽ വിട്ടയക്കാതെ നിങ്ങൾ മൂടി വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാകും എന്നുള്ള രീതിയിൽ മൂടി വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്കും അവരുടെ ആഗ്രഹങ്ങളുണ്ട്, അവർക്കും സ്പേസ് ഉണ്ട്. ഇങ്ങനത്തെ കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ IQ ലെവൽ താഴ്ന്ന കുട്ടികളല്ല, മറ്റുള്ളവരെ പോലെ ചിന്തിച്ച് പെരുമാറാൻ കഴിയുന്ന കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ പുറം ലോകത്തോട്ട് നിങ്ങൾ കൊണ്ടുവരണം. അവരുടെ എഡ്യൂക്കേഷനും അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നത് തന്നെയാണ്.